ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കുറച്ച് കാലം മുന്നേ താളുകറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. താളെന്ന് പറഞ്ഞാൽ ഈ ചേമ്പിൻ്റെ തണ്ട് ഇലൊക്കെയാണ് കേട്ടോ. അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താളും പൂളിയും എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡിഷ് ഉണ്ട്, അതിന് പൂള വേണമെന്ന്. ഇന്ന് പൂളിയുണ്ട് താളുണ്ട്. ചേമ്പിൻ്റെ തണ്ടും തൊലിയൊക്കെ കളഞ്ഞപ്പോഴുള്ള വേസ്റ്റ് ആട്ടത്. ഇതിൻ്റെ തണ്ട് ഇലൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. കാരണം ഒന്നാമത് പറമ്പിലുണ്ടാവുന്നതുകൊണ്ട് നമ്മൾ കാണാത്ത ചളിയൊക്കെ ഉണ്ടാവും ഈ തണ്ടിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ ഒരു 1-2-3 പ്രാവശ്യം നന്നായിട്ട് ഈ തണ്ട് ഇലൊക്കെ നന്നായിട്ട് ക്ലീനാക്കാം. ദെൻ ആസ് യൂഷ്വൽ കുറച്ചൊരു തിക്നെസ്സിൽ മുറിക്കാം. ഇത് ആകെ മൊത്തം ഒന്നായിട്ട് ലാസ്റ്റ് ഉടച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ വലുതാക്കി മുറിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ലാസ്റ്റ് നന്നായിട്ട് ഉടച്ചാൽ മതി. ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഇത് നമ്മുടെ ചേച്ചീൻ്റെ റെസിപ്പിയാണ്. താളുകറിയും ചേച്ചീൻ്റെ റെസിപ്പി തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു മലപ്പുറം സൈഡിലൊക്കെ ഈ താളും പൂളിയും കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ തണ്ട് പോലെ തന്നെ ഇലയും നന്നായിട്ട് മുറിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഈ സമയം ചേച്ചി നല്ല പൂളൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് ഇത് വേവിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചേമ്പിൻ്റെ തണ്ടും ഇലയൊക്കെ ഇടാം. then അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൂളിടാം. ഇതാകെ മൊത്തം കിട്ടി വരുമ്പോൾ ഈ കുക്കർ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നും. പക്ഷേ കുറച്ച് ചൂട് വരുമ്പോൾ ഈ തണ്ടും താളൊക്കെ ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോവും. അപ്പോൾ പിന്നെ ഇതിൽ പകുതി പോലും ഉണ്ടാവില്ല സാധനങ്ങളൊന്നും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മുറിച്ച് വെച്ച പൂളിയും ആവശ്യത്തിന് വെള്ളം ഇട്ടുക, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്ര സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. കാരണം ഫസ്റ്റ് നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് വേവ് കുറവായിരുന്നു, പിന്നെയും നമ്മൾ വേവിച്ചിട്ടാണ് കറക്റ്റ് കുക്കായത്. നന്നായിട്ട് വേവിച്ച് അങ്ങോട്ട് ഉടയ്ക്കാം. അപ്പോൾ ഈ സമയം ഇതിൻ്റെ അരപ്പ് ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചേരണ്ടി, എന്നാൽ അതിലേക്ക് ചെറിയുള്ളി, നല്ല ജീരകം, പച്ചമുളക്, ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. ഫസ്റ്റ് ചേച്ചി തേങ്ങ ജസ്റ്റ് ഒന്ന് അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രീമി ആക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കുക്കറത്തെ താളും പൂളിയും ആവിയൊക്കെ വന്ന് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്, വെന്തിട്ടുണ്ടോ. ഫസ്റ്റ് കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ ഇത് നിറച്ചില്ലായിരുന്നോ, ഇപ്പോൾ വെന്ത് വന്നപ്പോൾ കുക്കറിൻ്റെ പകുതിയേ ഉള്ളൂ. ഇതൊന്നൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടയ്ക്കുക. ഇത് പൂളൊന്നും വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി വേവിക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ പൂള വെന്തിട്ടില്ലായിരുന്നു, പിന്നെയും വേവിച്ചെടുത്താണ്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഈ 2 സാധനം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യാം. ഈ പൂള നല്ല വെന്തിട്ടില്ലെങ്കിൽ അതൊരു കല്ല് പോലെ നിൽക്കും എത്ര ഉടച്ചാലും. പൂള വെന്തിട്ടില്ലെങ്കിൽ അതൊന്നും കൂടി വേവിച്ചിട്ട് നന്നായിട്ട് ഇടിച്ച് കമ്പൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ തേങ്ങ ഇടുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ വരുന്നത്, ആ ചെറിയുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ. അല്ലാണ്ട് പൂളും താളയാകുമ്പോൾ ഭയങ്കര ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ്. അതും ഇഷ്ടമുള്ളവരുണ്ടാവും കേട്ടോ. പക്ഷേ തേങ്ങ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്കിതൊന്ന് വറവിടണം. അങ്ങനെ കടുക് പൊട്ടിക്കാണ്ടും ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ കടുക് കൂടി പൊട്ടിച്ചാൽ കുറച്ചും കൂടി അടിപൊളിയാവും. അപ്പോൾ നല്ല മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ സൈഡിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ താളും പൂളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ആ ഓയിലിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ചട്ടിയിലായതുകൊണ്ട് വേഗം തന്നെ തിളച്ച് പൊങ്ങുന്നുണ്ട് കേട്ടോ ആകെ മൊത്തം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ താളും പൂളിയും റെഡി. ഇതൊരു അടിപൊളി പുഴുക്കാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ടേസ്റ്റ് ചെയ്യണത്. ഈ ഡിഷ് നമുക്ക് ചോറിൻ്റെ കൂടിയും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയും കഴിക്കാം. ഒന്നാമത് പൂളുള്ളതുകൊണ്ട് നമ്മളെ വയറ് നല്ല ഫില്ലിംഗ് ആയി തോന്നും ചെയ്യും. നല്ല രസമുണ്ട് ഈ ഡിഷ്, എനിക്കിഷ്ടമായി. ഇത് ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഡിഷ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളെ ചേച്ചിയാണ് കേട്ടോ. വെരി ഓൾഡ് ആൻഡ് ഒതൻറ്റിക് റെസിപ്പി. ഇങ്ങനത്തെ ഭയങ്കര ഒരു പഴമൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഞാൻ ചേച്ചിനെ സോപ്പിട്ടിട്ട് കുറച്ചെണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല മഴയുള്ള ദിവസമൊക്കെ ഒരു ബൗള് താളും പൂളിയും ഒക്കെ എടുത്തിട്ട് പുറത്ത് പോയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. Do try, and if you like this video, please do like, share, comment and subscribe to my channel.